സാറ് LG HD TV റെയിൻബോ ഫ്ലാഗ് സപ്പോർട്ട് ചെയ്യുമോ? നമ്മുടെ സൈലത്തിലെ ആദർശ സാറാണല്ലോ. LGBTQIA+ കുറിച്ച് സാർ ക്ലാസ്സിൽ കുട്ടികളോട് പറയുന്ന കാര്യങ്ങളൊന്ന് കണ്ടുനോക്കൂ. അവര് എനിക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ല, അവരവരായിട്ട് ജീവിക്കട്ടെ എന്നുള്ളതാണ് എന്റെ നിലപാട്. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അയാൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയെ അനുശാസിക്കുന്ന നിയമങ്ങളൊക്കെ പാലിച്ചാൽ മാത്രം. നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കാൻ പോകുന്നത്? നമ്മളങ്ങനെ എതിർക്കാൻ പാടില്ല, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ലീഗലി ഇന്ത്യയിൽ ഇത് ഓക്കെയാണ്, ഭരണഘടനാപരമായിട്ട് ഓക്കെയാണെന്നൊക്കെയാണ് സാർ പറയുന്നത്. സാറേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് മദ്യപിക്കാൻ പാടില്ല എന്ന് ഭരണഘടന ഇല്ല, മദ്യപിക്കാം, നിങ്ങൾക്ക് ഭരണഘടനാപരമായി ലീഗലി മദ്യപിക്കാൻ ഓക്കെയാണ്, വിഭജിക്കാം, രണ്ടുപേര് തമ്മിൽ സെക്സ് ചെയ്യാം, കൺസെന്റ് ഉണ്ടെങ്കിൽ സെക്സ് ചെയ്യാം, ഇത് ഭരണഘടന നൽകുന്ന അവകാശമാണ് അല്ലേ? എന്നാൽ ഇത് ലീഗലി ഓക്കെയാണ് എന്നുള്ളത് മോറലിയും അത് ഓക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ സാറിന് ചിലപ്പോൾ ചിന്ത ഉണ്ടാവും, അങ്ങനെ സെക്സ് ചെയ്ത് എന്താ കുഴപ്പം, മദ്യപിച്ച എന്താ കുഴപ്പം. പക്ഷേ സാറ് ക്ലാസ്സിൽ വന്നിട്ട് കുട്ടിയോട് നിങ്ങൾ മദ്യപിച്ചോളൂ, അതിന് എന്താ ഒരു കുഴപ്പമില്ല, ലീഗലി ഓക്കെയാണ്, നിങ്ങൾ വ്യഭിചരിച്ചോളൂ, നിങ്ങൾ സെക്സ് ചെയ്തോളൂ, പരസ്പരം കൺസെന്റ് എടുത്തിട്ട് സെക്സ് ചെയ്യണ മക്കളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് ലീഗലി ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് ക്ലാസ്സിൽ മാത്സിന്റെ ക്ലാസ്സിലല്ല പഠിപ്പിക്കേണ്ടത് അല്ലേ? സാർ ക്ലാസ്സിൽ മാത്സ് ആണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ LGBTQIA+ അത് ലീഗലി ഓക്കെയാണ്, പക്ഷേ അത് മോറലി അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ അടക്കമുള്ള ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരു പൊതു ക്ലാസ്സിൽ വന്ന് സൈലത്തിലെ കുട്ടികളോട് നിങ്ങൾ പറയേണ്ട കാര്യമല്ല. സൈലത്തിൽ നിങ്ങൾക്ക് മാത്സ് പഠിപ്പിക്കാം, പക്ഷേ അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ആശയങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അടുത്തൊരു സ്ഥിരം ഡയലോഗ് വരും, നിങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഹോമോഫോബിക്കും ട്രാൻസ്ഫോബിക്കുമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണ്, ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിനുള്ള അത് പറയുക തന്നെ ചെയ്യും. നമ്മുടെ സിലബസ് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. ഇതിനൊക്കെ എതിർക്കുന്ന ആൾക്കാർ ട്രാൻസ്ഫോബിക്കാണ്, ഇവരെ കൊല്ലാൻ നടക്കുന്ന ആൾക്കാർ. സാറേ മദ്യപിക്കാൻ പാടില്ല, വിഭജിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മദ്യപിക്കരുത് എന്നാണ്. അല്ലാതെ മദ്യപിക്കുന്ന എല്ലാവരും കൊന്നുകളയുക, വിഭജിക്കുന്ന ആൾക്കാരൊക്കെ കൊന്നുകളയുക എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. മദ്യപിക്കരുത്, വിഭജിക്കരുത്. LGBTQIA+ നമ്മൾ എതിർക്കുമ്പോൾ അത് LGBTQIA+ അവരൊക്കെ കൊന്നുകളയുക എന്നാണോ? സാർ എന്തിനാ ഇങ്ങനെ കൂട്ടിമാട്ടുന്നത്? ഇതൊക്കെ ആൾക്കാർ മനസ്സിലാക്കൂലേ? അപ്പോൾ പിന്നെ സാറ് നമ്മുടെ സോഷ്യൽ സയൻസിൽ 9ാം ക്ലാസ്സിൽ പുതിയതായിട്ടൊരു പാഠം വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട്, അവർക്ക് തെളിവ് വേണം പോലും, ഞാൻ തെളിവ് തന്നിരിക്കുന്നു സാർ പറയുന്നത്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ലിംഗപദവിയും ലിംഗഭേദവും, അതായത് ജെൻഡറും സെക്സും രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളാണ്. സാർ എന്താ സാർ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ? ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും സാർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ 1, 2, 3 ആണ് എന്നറിയാത്ത ഒരു കുട്ടിയുടെ എന്താ അവസ്ഥ? ആ അവസ്ഥയാണ് ഇപ്പോൾ സാറിനത്. ഇവിടെ ജെൻഡറുമായി ബന്ധപ്പെട്ട് LGBTQIA+ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും അതുപോലെ തന്നെ സംവാദങ്ങൾ 5 ലക്ഷത്തിലധികം പേര് കണ്ടൊരു സംവാദം മലയാളത്തിൽ ഇവിടെ നടന്നു. അതിൽ LGBTQനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ആ സപ്പോർട്ട് ചെയ്ത ശീതൽ ശ്യാം എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ്, അവർ കരിക്കുലം കമ്മിറ്റിയിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ അംഗമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആശയമുള്ള ഒരാൾ. അവർ ടെക്സ്റ്റ് ബുക്കിലേക്ക് അവരുടെ ആശയം കൊണ്ടുവന്നു. ആ ആശയം കൊണ്ടുവരുന്നു, അവർ ഞങ്ങളുടെ ആശയം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അതുകൊണ്ട് ശരിയാണ്. എന്താ സാറേ നിങ്ങളുടെ ആശയം എന്താണ്? ജെൻഡർ എങ്ങനെയാണ് ജെൻഡർ മനസ്സിലാക്കുക, എങ്ങനെയാണ് സെൽഫ് ഐഡന്റിഫിക്കേഷന്റെ മാനദണ്ഡം എന്താണ്, ഇതൊക്കെയുള്ള ശാസ്ത്രീയമായ അടിത്തറ എന്താണ്, നിങ്ങൾ പറയുന്ന ആശയങ്ങൾക്ക് ശാസ്ത്രീയമായി സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടോ എന്നാണ് ചോദ്യം. ആ ചോദ്യം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ആൾക്കാർ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാറേ ശരിയാകുക? ആൾക്കാർ മനസ്സിലാക്കൂലേ, ആൾക്കാർ വിലയിരുത്തൂലേ സാറിനൊക്കെ? അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിലല്ല ഇങ്ങനെ നിങ്ങളുടെ ആശയങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഏരിയാസിൽ നിങ്ങൾ പറഞ്ഞു, പക്ഷേ ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ആശയങ്ങൾ പഠിപ്പിക്കേണ്ട ഇടമല്ല. സൈലത്തിന്റെ കുട്ടികളുടെ മുമ്പിലാണെങ്കിലും ഏത് കുട്ടികളുടെ മുമ്പിലാണെങ്കിലും പൊതു ക്ലാസ്സിൽ അതല്ല പഠിപ്പിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.